യോ ഹലോ എവരിബഡി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പുറത്തു പോകുന്നവരെ കുറിച്ചാണ്. അവർക്കുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ ഗൾഫ്, അല്ലെങ്കിൽ അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ യൂറോപ്പ് പഠിക്കാൻ, ജോലിക്ക്. സോ പഠിക്കാൻ പോകുന്നവരോടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൊരു യൂറോപ്പിലേക്ക് പഠിക്കാൻ പോവുക എന്നുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു 75% ഓഫ് ആളുകൾ ഒരു എസ്കേപ്പിസം മാതിരിയാണ് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇപ്പം ഡിഗ്രി ഇവിടെ കഴിഞ്ഞു, ഇനി അടുത്തത് എന്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു അങ്ങോട്ട് അന്നേരം വലിയ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമുക്ക് മറക്കാനുള്ള ഭയങ്കര ഒരു പവർ കിട്ടുകയാണ്. സോ അങ്ങനെ ആകാതെ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്കിൽസ് കാണുമായിരിക്കും അല്ലേ. ചിലർക്കത് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിരിക്കും, ചിലർക്ക് നന്നായിട്ടത് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് സംസാരിക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഓടാനായിരിക്കും, ചിലർക്ക് ചാടാനായിരിക്കും, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും, ചിലർക്ക് ടെന്നീസ് കളിക്കാനായിരിക്കും, ചിലർക്ക് ബാഡ്മിൻ്റൺ കളിക്കാനായിരിക്കും, എന്തെങ്കിലും പണ്ടാരമൊക്കെ കാണും. സോ അത് നിങ്ങൾ നന്നായിട്ട് ഇവിടുന്ന് വെച്ച് തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കത് അവിടെയും അത് നന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ പറ്റും അല്ലേ. ജസ്റ്റ് സർവൈവ് ചെയ്യാതെ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ളൊരു സംഭവം പറ്റും. സോ അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് എത്ര സമയം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ പുറത്ത് പോകുന്നവർ സ്കില്ല് പ്രാക്ടീസ് ചെയ്തത് ഒരു നല്ല രീതിയിൽ ഓക്കെ ആക്കണമെങ്കിലും ഇത്ര സമയം വേണ്ടി വരും. സോ നിങ്ങളിപ്പം ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്കില്ലും കൂടെ നോക്കുക. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് ആ സ്കില്ല് ഒരു ഇതിലാക്കാമെന്ന് വിചാരിക്കാതെ ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പഠിത്തത്തിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു എല്ലാത്തിനും ഇപ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം പാട്ട് പഠിക്കാനാണെങ്കിലും ബാഡ്മിൻ്റൺ പഠിക്കാനാണെങ്കിലും പ്രോഗ്രാമിംഗ് പഠിക്കാനാണെങ്കിലും ആ ഒരു ഇതിലും കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പഠിത്തത്തിനോടൊപ്പം തന്നെ ആ ഒരു സംഭവം കൊണ്ടുപോവുകയും ചെയ്യാം. ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അബ്രോഡ് പോകാൻ ഒരു ഇത് അപ്ലൈ ചെയ്ത് ആ സ്കില്ലും കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അങ്ങനെ അത് അബ്രോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ.